കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പൊതുവിദ്യാലയങ്ങൾ നാടിൻ്റെ സമ്പത്ത് എന്ന വിഷയത്തെ പറ്റി ഒരു കൊച്ചു പ്രസംഗം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. വിദ്യ നേടുക, വിദ്യാസമ്പന്നരായിരിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും ജീവിത വിജയത്തിന് അനിവാര്യമാണ്. വിദ്യാസമ്പന്നരായ സമൂഹത്തിന് രാഷ്ട്ര നിർമ്മാണത്തിലും വികസനത്തിലും മഹത്തായ പങ്ക് വഹിക്കാൻ സാധിക്കുന്നു. ഉന്നത ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അജ്ഞതക്കും ദാരിദ്ര്യത്തിനുമെതിരെ പോരാടാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നേടിയിരിക്കണം. വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമപ്രകാരം 14 വയസ്സുവരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ ഗുണനിലവാരമുള്ള സാർവത്രിക വിദ്യാഭ്യാസം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ വലിയ സംഭാവനയാണ് നൽകുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എല്ലാ വർഷവും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് അടിസ്ഥാന വിദ്യാഭ്യാസം നേടുകയും തുടർ പഠനത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നു. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് സർവശേഷികളും നേടി പുറത്തു വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഉന്നത പഠന രംഗത്ത് മികവ് പുലർത്തുകയും ഉന്നത തൊഴിൽ മേഖലകളിലും ഉന്നത സ്ഥാപനങ്ങളിലും എത്തിച്ചേരുകയും ചെയ്യുന്നു. നമ്മുടെ നാടിനാവശ്യമായ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞർ, ഉന്നത സിവിൽ ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടുന്നവർ ഈ വിദ്യാലയങ്ങളിലൂടെയാണ് വളർന്നു വരുന്നത്. രാജ്യത്തിൻ്റെ വലിയൊരു ഭാഗം സമ്പത്ത് ചിലവഴിച്ച് പ്രവർത്തിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ ജനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നു. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഗുണനിലവാരമുള്ള സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നു. അതോടൊപ്പം പാഠപുസ്തകങ്ങളും ഉച്ചഭക്ഷണവും പോഷകാഹാരവും യൂണിഫോമും ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി തന്നെ ലഭിക്കുന്നു. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് പാശ്ചാത്യ വികസിത രാജ്യങ്ങളിലെ വിദ്യാലയങ്ങൾക്ക് പോലും മാതൃകയാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ക്ലാസ് മുറികളും സംവിധാനങ്ങളും പരിശീലനം ലഭിച്ച അനുഭവ സമ്പത്തുള്ള വിദഗ്ധരായ അധ്യാപകരും നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ വ്യത്യസ്തമാക്കുന്നു. കർമ്മനിരതരായ അധ്യാപകരും അധ്യാപക രക്ഷാകർതൃ സമിതികളും പ്രാദേശിക കൂട്ടായ്മകളും ഒന്നായി ചേർന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാഠ്യേതര രംഗത്ത് പൊതുവിദ്യാലയങ്ങൾ മറ്റു വിദ്യാലയങ്ങളെ പിന്നിലാക്കിയിരിക്കുന്നു.